ഭയപ്പെടാൻ ഒന്നും തന്നെയില്ല. എല്ലാവരും സുഖമായിരിക്കുന്നു. അതായിരുന്നു ആ കപ്പലിൽ നിന്നുള്ള ലാസ്റ്റ് ലോഗ് എൻട്രി. എന്നാൽ അതിനുശേഷം 150 വർഷങ്ങൾക്കിപ്പുറവും അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒരു വലിയ ചോദ്യമായി നിലകൊള്ളുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് 19-ാം നൂറ്റാണ്ടിന്റെ കടൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഭയാനകമായിട്ടുള്ള സംഭവമായിട്ടുള്ള പ്രേതക്കപ്പൽ എന്നറിയപ്പെടുന്ന മേരി സെലസ്റ്റയെ കുറിച്ചാണ്. 1872 നവംബർ 7-ന് അമേരിക്കയിൽ നിന്നും ഇറ്റലിയെ ലക്ഷ്യമാക്കി മേരി സെലസ്റ്റ് എന്ന കപ്പൽ യാത്ര തുടങ്ങുന്നു. ക്യാപ്റ്റൻ ബെഞ്ചമിൻ ആയിരുന്നു അതിന്റെ നേതാവ്. അദ്ദേഹത്തിന്റെ ഭാര്യയും 2 മക്കളും ബാക്കി 7 ക്രൂ മെമ്പേഴ്സും അടക്കം 11 പേരായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത്. കപ്പലിലെ പ്രധാന ചരക്ക് ഇൻഡസ്ട്രിയൽ ആൽക്കഹോൾ ആയിരുന്നു. അതായത് ഒരു ചെറിയ അനാസ്ഥ പോലും വലിയൊരു തീപിടുത്തം കപ്പലിന് ഉണ്ടാക്കാനായിട്ട് സാധ്യതയുള്ള ഒന്ന്. യാത്രയുടെ ആദ്യ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തില്ല. ദിവസങ്ങൾ പിന്നിടുന്തോറും അവരെ കുറിച്ച് വിവരങ്ങളൊന്നും തന്നെ ലഭിക്കാതെയാകുന്നു. കപ്പലിലെ ലോഗ് ബുക്കിലെ അവസാനത്തെ എൻട്രി നവംബർ 25-നായിരുന്നു. എന്നാൽ 1872 ഡിസംബർ 5-ന് ഒരു ബ്രിട്ടീഷ് കപ്പൽ അസോസ് ദ്വീപുകൾക്ക് സമീപം മേരി സെലസ്റ്റയെ കാണുന്നു. മേരി സെലസ്റ്റ് പോകേണ്ട ഒരു കപ്പൽ ദിശയെ ആയിരുന്നില്ല അത്. ഒരു നിയന്ത്രണവുമില്ലാതെ ഒഴുകി നടക്കുന്ന രീതിയിലായിരുന്നു മേരി സെലസ്റ്റ് ഇവർ കണ്ടെടുക്കുന്നത്. ഈ ക്രൂ മെമ്പേഴ്സ് മേരി സെലസ്റ്റയിൽ കയറി പരിശോധിച്ചപ്പോഴാണ് അസാധാരണമായിട്ടുള്ള ചില സംഭവങ്ങൾ ശ്രദ്ധിക്കുന്നത്. ആ കപ്പലിൽ ഒരാളും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ കപ്പലിൽ എന്തെങ്കിലും അപകടമോ മറ്റാക്രമണങ്ങളോ നടന്നിട്ടുള്ളതായിട്ടുള്ള ഒരു തെളിവും ഉണ്ടായിരുന്നില്ല. വിലപിടിപ്പുള്ള സാധനങ്ങളും പേഴ്സണൽ ബിലോങ്ങിങ്സും എല്ലാം തന്നെ അവിടെ സേഫ് ആയിട്ടുണ്ടായിരുന്നു. വെള്ളവും ഉൾപ്പെടെ 6 മാസത്തേക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് മിസ്സായിട്ടുള്ളത് 2 കാര്യങ്ങളായിരുന്നു. ഒരു ലൈഫ് ബോട്ടും നാവിഗേഷണൽ ഇൻസ്ട്രുമെന്റ്സും. ഇതിൽ നിന്നും അവർ മനസ്സിലാക്കിയത് സ്വമേധയാ അവർ ഈ കപ്പൽ വിട്ടു പോയതായിരിക്കാം എന്നതാണ്. അങ്ങനെ പെട്ടെന്ന് പോകേണ്ടി വന്നാലും എന്തെങ്കിലുമൊക്കെ തെളിവുകൾ ക്യാപ്റ്റൻ അവിടെ വെക്കണ്ടേ. 150 വർഷങ്ങൾക്കിപ്പുറവും ക്യാപ്റ്റനെയോ അദ്ദേഹത്തിന്റെ കുടുംബത്തെയോ ക്രൂ മെമ്പേഴ്സിനെ കുറിച്ചൊന്നും തന്നെ യാതൊരു തെളിവും ആർക്കും ലഭിക്കാത്തതിനാൽ എല്ലാവരെയും ഭയപ്പെടുത്തുന്ന കടലിൽ മറഞ്ഞു പോയിട്ടുള്ള രഹസ്യങ്ങളിൽ ഒന്നായിട്ടാണ് ഇതിന്നും അവശേഷിക്കുന്നത്.